ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് തഴുതാമ വെച്ചിട്ട് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ കർക്കിടക മാസമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള റെസിപ്പികൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തഴുതാമ നമുക്ക് മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ അസുഖങ്ങൾ മാറാനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതെയാക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ നീർക്കെട്ടുകളൊന്നും മേലെ നീർക്കെട്ട് ഇല്ലാതെയാവാനൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഈ തഴുതാമ കഴിക്കുന്നത്. പിന്നെ അതായത് എന്താ പറയുക, തണ്ടും എല്ലാം കഴിക്കാണ്ട് തണ്ടും മേലെയും കൂടിയിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മൾ ഇത് ആയുർവേദത്തിൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും സമൂലം എടുക്കൂട്ടോ. അത്രയും നല്ലതാണ് നമുക്ക് ഈ തഴുതാമ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ അതുകൊണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളിവിടെ തഴുതാമ വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും തഴുതാമ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും കാണിക്കാം. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ തഴുതാമ. ഞാൻ ഇതേപോലെ ഈ ഇളം തണ്ടോട് കൂടി നമുക്ക് എടുക്കട്ടെ. ഈ മൂത്ത തണ്ടൊന്നും നമുക്ക് വേണ്ട, ഈ ഇളം തണ്ട് നമുക്ക് കൂട്ടിയിട്ട് എല്ലാം കൂടി ഉണ്ടാക്കാം. അപ്പൊ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ഞാൻ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ രണ്ട് പച്ചമുളക്, നല്ല ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ കുറച്ച് നാളികേരം ചിരകിയത്, ഞാനൊരു അരമുറി നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വേണം, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പൊ ഇനി ഞാൻ ഈ തഴുതാമയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കട്ടെ. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി അത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്നിങ്ങോട്ട് വളഞ്ഞ് വരട്ടെ. നമുക്കിനി ഞാൻ 2 പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ചതച്ചിട്ടുണ്ട്. ആ ചതച്ചിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നാളികേരത്തിൽ കൂട്ടിയിട്ട് ചതക്കണമെങ്കിൽ അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യാം. ഞാൻ നാളികേരം ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് ഇങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്നും ഇങ്ങോട്ട് വേഗം വളഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്നും ഇങ്ങോട്ട് വളഞ്ഞ് വരട്ടെ. വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കൂടി അവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് തീ സ്ലോയിൽ വെച്ചാൽ മതിട്ടാ. നമ്മളുടെ ഉള്ളി ഇവിടെ വഴണ്ടി വരുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ ചെറിയ ഉള്ളി വഴണ്ടി വരുമ്പോഴത്തെ സ്മെല്ല് നല്ല ഒരു സ്മെല്ലാണത്. ഇനി നമുക്ക് അതിലേക്ക് കണ്ടില്ലേ, ഞാനിതാ ചീരയല്ല തഴുതാമ ഇവിടെ ഞാൻ അസലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം. പച്ചമുളക് കുറച്ച് നമുക്ക് ഉപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചല്ല നേരത്തെ ഇട്ടിട്ടുള്ളൂ. ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്നും അങ്ങനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് തീ ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. മീഡിയത്തിൻ്റെ ഒന്ന് താഴെയിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ അവിടെ കിടന്നിട്ടൊന്നുകൊണ്ട് വെന്ത് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കുക.
നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം ചിരകിയതില്ലേ, ഈ നാളികേരം ചിരകിയത് അത് ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കണ കാരണമാണ് ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്തത്. എന്താ പറയുക, ഞാൻ പച്ചമുളക് ഞാനിങ്ങനെ ചതച്ചിടാൻ കാരണം അതാ. അല്ലെങ്കിൽ നമുക്ക് ഈ നാളികേരത്തിൻ്റെ ഒപ്പം ചതച്ചിട്ട് കൊടുത്താൽ മതിയിട്ടാ. ഇത് ഞാൻ അങ്ങനെ ചിരകിയിടുക ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. വളരെ നല്ലതാണ് ഈ തഴുതാമേൻ്റെ അല്ലേ, വളരെ നല്ലതാണ്. ഇവിടെ അമ്മ ഉള്ള സമയത്തൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. പഴയ ആൾക്കാർക്ക് ഇങ്ങനത്തേനൊക്കെ ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ. ഇനി ഈ നാളികേരത്തിൻ്റെ പിന്നെ ഈ വെള്ളത്തിൻ്റെ ഇതൊന്നും കൂടെ വെട്ടി കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് വാങ്ങി വയ്ക്കാം. ഒന്നും കൂടി ഡോലർന്ന് വന്നാൽ വാങ്ങാം. ഇത് വാങ്ങിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലാക്കി കാണിക്കാം. അങ്ങനെ നമ്മുടെ തഴുതാമ വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. തഴുതാമ കിട്ടണ സമയത്ത് എപ്പോഴും ഇത് ഉണ്ടാക്കി കഴിച്ചോളാം. വളരെ നല്ലതാണ്. കർക്കിടക മാസം എന്നൊന്നുമില്ല, ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഒന്നുകൂടി നല്ലതാണ്. ഏത് സമയത്തും നമുക്ക് ഇങ്ങനെ തഴുതാമ കിട്ടുമ്പോൾ കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ. എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖത്തിന് ഇങ്ങനെ എല്ലാറ്റിനും വളരെ നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.